നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുക്കെ കൈ ഒഴിയുകയാണ് എല്ലാവരും. അപ്രതീക്ഷിതമായി നിരവധി പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസിന്റെ കൈ ഒഴിയുന്നത്. പൊതു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ കമൽനാഥ് കുടുംബസമേതം BJPയിൽ. ഒരു രാജ്യസഭാ സീറ്റിന്റെ വിലയായി 12ഓളം MLA-മാരെയും കൊണ്ടുപോകും. പൊതു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെ ആശങ്കയോടെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്. മുതിർന്ന നേതാവ് അശോക് ചവാൻ BJPയിൽ എത്തി ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോഴാണ് മറ്റൊരു മുതിർന്ന നേതാവ് കൂടി പാർട്ടി വിട്ട് BJPയിൽ ചേരാൻ ഒരുങ്ങുന്നത്. കോൺഗ്രസിന്റെ അധികായന്മാരിൽ ഒരാൾ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന കമൽനാഥ് BJPയിൽ ചേരുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറെക്കാലമായി കോൺഗ്രസിനകത്ത് കമൽനാഥ് അസ്വസ്ഥനായിരുന്നുവെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യം പാർട്ടിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നു. കമൽനാഥ് ഡൽഹിയിൽ എത്തിയതും മകനും MP-യുമായ നകുൽനാഥ് ട്വിറ്റർ ബയോയിൽ കോൺഗ്രസ് എടുത്തുമാറ്റിയതും വളരെ സൂക്ഷ്മമായാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം നോക്കിക്കാണുന്നത്. പാർട്ടിക്കുള്ളിൽ കമൽനാഥിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റുവെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായി സഞ്ജൻ സിംഗ് വർമ്മ പറയുന്നു. കമൽനാഥ് അപമാനിതനായെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ ANA-യോട് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി തിരക്കിലാണ്. കോൺഗ്രസിനകത്ത് കമൽനാഥ് ഏറെക്കാലമായി അസ്വസ്ഥനായിരുന്നുവെന്നും കമൽനാഥുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ BJPയിൽ ചേരുന്നതിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അക്കാര്യം ആദ്യം അറിയിക്കുന്നത് നിങ്ങളോടായിരിക്കും എന്നായിരുന്നു കമൽനാഥിന്റെ മറുപടി. BJPയിൽ ചേരുന്നു എന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം ഡൽഹിയിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മധ്യപ്രദേശ് തോൽവിയെ തുടർന്ന് PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുകയും രാജ്യസഭയിലേക്ക് പരിഗണിക്കാതിരിക്കുകയും ചെയ്ത നിരാശയിൽ BJPയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് ഡൽഹിയിൽ എത്തിയത്. അദ്ദേഹത്തിന്റെ മകനും മധ്യപ്രദേശിൽ നിന്നുള്ള ഏക കോൺഗ്രസ് MP-യുമായ നകുൽനാഥ് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് കോൺഗ്രസ് നീക്കമാക്കിയതും അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നു. ഡൽഹിയിലുള്ള കമൽനാഥ് BJP നേതാക്കളെ ആരെയും കണ്ടിട്ടില്ലെന്നും രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുന്നെന്ന സൂചന. 3 കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയിലെത്തുമെന്ന് മധ്യപ്രദേശ് BJP അധ്യക്ഷൻ VD ശർമ്മ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നകുൽനാഥിന്റെ മണ്ഡലമായ ചിന്ദ്വാരയിൽ കോൺഗ്രസ് പ്രവർത്തകരുമായി ചർച്ചകൾ നടത്തിയ ശേഷമാണ് കമൽനാഥ് ഇന്നലെ രാവിലെ ഡൽഹിയിൽ എത്തിയത്. നകുൽനാഥും ഡൽഹിയിലുമുണ്ട്. BJP പ്രവേശനത്തെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് നിഷേധിക്കാതെ എന്തുണ്ടെങ്കിലും നിങ്ങളോട് പറയുമെന്ന മറുപടിയാണ് കമൽനാഥ് നൽകിയത്. മാധ്യമപ്രവർത്തകരോട് ആവേശം കൊള്ളണ്ട എന്നും പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി രാഹുൽ ഗാന്ധി പരസ്യമായി തള്ളിപ്പറഞ്ഞതും PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതും കമൽനാഥിനെ കൂടുതൽ അസ്വസ്ഥനാക്കിയിരുന്നു. 2020-ൽ കമൽനാഥ് നയിച്ച കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിൽ ചേർന്നത് സംസ്ഥാനത്ത് പാർട്ടിക്ക് വൻ തിരിച്ചടിയായിരുന്നു. നന്ദി.